സ്വർഗം തുറന്നു വരിക, സ്വർഗം തുറന്നു വരിക. ഒരു തലമുറയെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ ഹോളിനകത്ത്, രഹോബോത്ത് ദൈവസഭയ്ക്കകത്ത് നിറഞ്ഞ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. സ്വർഗത്തിന്റെ സിംഹാസനം ആവേ, ഭൂമി തന്റെ പാദപീഠമാകിയാൽ ആ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. അവിടുത്തെ നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് കണ്ണുകളെ അടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. മഹത്വം ഇറങ്ങണം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ഒരു നിമിഷം ആ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ എന്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുകയാണ്. ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാമെന്ന്. എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക്, ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമ്മെ തൊട്ട സൗഖ്യമാക്കട്ടെ. ഈ തലമുറ ഒന്ന് അനുഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഈ തലമുറ ദൈവസന്നിധിയിലേക്ക് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവൾ വളർന്നു വരുന്നവരും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞായി അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി തീരുവാൻ നിന്റെ കരത്തിൽ കൈമാറി അങ്ങനെ നാമം ചൊല്ലി ഞാൻ ഈ കുഞ്ഞിനെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ തലമുറ അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന ദൈവസന്നിധിയിലേക്ക് ഞാൻ പ്രാർത്ഥിച്ച് മാതാപിതാക്കന്മാരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറുന്ന കർത്താവേ. ദൈവം കൊടുത്ത തലമുറ, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന തലമുറയ്ക്ക് അവർ പേരിട്ടിരിക്കുന്നു എൽവിന ബി ബിനോയ്. എൽവിന ബി ബിനോയ്. ആ തലമുറയെ ഒന്ന് ചേർന്ന് നമുക്ക് അനുഗ്രഹിക്കാം. ദൈവത്താൽ ഇവൾ ഈ പേരിനാൽ ഇന്നു മുതൽ ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഈ തലമുറയെ, മാതാപിതാക്കന്മാരെ ദൈവസന്നിധിയിൽ ഈ നിമിഷം ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ കുഞ്ഞുങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കാമോ? മുന്നോട്ട് നീക്കിക്കാമോ? ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഇവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ജീസസ് ആഴിയാട് എന്നെ ആരാധിച്ചു എന്നറിയപ്പെടും. ഇവൾ ഈ മാതാപിതാക്കന്മാർക്ക്, ദൈവസഭയ്ക്ക് ഇവളായിരിക്കുന്നിടത്ത് ഇന്ന് മുതൽ ഈ കുഞ്ഞ് സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് ഒരു ദൈവത്തിന്റെ അംശത്തിനെന്ന നിലയിൽ ഞാൻ ആത്മാവിൻ ദൈവസഭയുടെ നിലയിൽ പറയുന്നു. ഇന്ന് മുതൽ ഈ കുഞ്ഞ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞാൻ ഈ മാതാപിതാക്കന്മാരെ നിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് കൊടുത്ത തലമുറകൾക്കായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ തലമുറകളെ രണ്ടുപേരെ അനുഗ്രഹിച്ച് പക്വതയിലും വിവേകത്തിലും ദൈവകൃപയിലും ഈ തലമുറയെ വളർത്തുവാൻ മാതാപിതാക്കന്മാർക്ക് ദൈവ ഭാഗ്യം കൊടുക്കണമേ. ഇവർ വളർന്ന് ദൈവത്തിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളാക്കി തീർക്കണമേ. യാതൊരു വിധമായ ബുദ്ധിമുട്ടോ പ്രയാസം വരാതെ ഇവരെ അങ്ങനെ നാമം ചൊല്ലി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ ഞാൻ ദൈവസന്നിധിയിലേക്ക് കുടുംബമായിട്ട് അനുഗ്രഹിച്ചു
പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുവായ ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സൈന്യങ്ങളുടെ ഹോമേ, തിരുനിവാസം അത്ര മനോഹരം. എന്നുള്ളത് ഹോമനെ പ്രാകാരങ്ങളെ വാദിച്ചു പോകുന്നു. അതേ തിരുനിവാസത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച്